ജൂൺ 19 പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. നമ്മോടൊപ്പമായിരിക്കുവാൻ, നാം ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായ ഉപാധിയാണ് പരിശുദ്ധ കുർബാന. മനുഷ്യരിലേക്ക് ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ നാം പരിശുദ്ധ കുർബാനയിൽ കാണുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നാം ദർശിക്കുന്ന മൂർത്തീഭാവമാണ് പരിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യം ഇന്ന് നാം മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിശുദ്ധർ നിരവധിയായ കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. വിശുദ്ധ 10-ാം പീയൂസ് പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നു: സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ചെറുതും സുരക്ഷിതവുമായ വഴിയാണ് വിശുദ്ധ കുർബാന സ്വീകരണം. വിശുദ്ധ മാക്സ് വില്യം കോൾവേ പറയുന്നു: മാലാഖമാർക്ക് മനുഷ്യരോട് അസൂയ തോന്നുന്നുവെങ്കിൽ അത് ഒരു കാരണമേ ഉള്ളൂ, പരിശുദ്ധ കുർബാന മാത്രമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ: തിരുനാളുകളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, ദിവ്യകാരുണ്യത്തെ ബഹുമാനിച്ചുള്ള പ്രതീക്ഷണത്തെ ഞാൻ പ്രത്യേകമായി സ്നേഹിക്കുന്നു. പരിശുദ്ധ കുർബാനയെ അരുളിക്കയിൽ പൂക്കൾ സ്പർശിക്കുന്ന എനിക്കുണ്ടാവുന്ന ആനന്ദം എത്രയോ അവർണ്ണനീയം. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ: ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കും. എന്നാൽ നീ ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകളുയർത്തുമ്പോൾ ഈശോ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ വാക്കുകൾ: ക്രൈസ്തവ ജീവിതം ജീവിക്കാനുള്ള ശക്തിയും മറ്റുള്ളവർക്കായി ജീവിതം മാറ്റിവെക്കാനുള്ള അഭിനിവേശവും ലഭിക്കുന്നത് പരിശുദ്ധ കുർബാന വഴിയാണ്. വിശുദ്ധ കുർബാനയെ നമ്മൾ സമീപിക്കുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും ഓടിയെത്തട്ടെ.